സാധാരണയായി മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് പറയുന്നത് നീ നിന്റെ ചേട്ടനെയോ ചേച്ചിയോ കണ്ടു പഠിക്കരുത് എന്നായിരിക്കും. മാതാപിതാക്കളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് മൂത്ത മക്കളുടെ ചില വികൃതിത്തരങ്ങളും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ചില ശീലങ്ങളുമൊക്കെ ആയിരിക്കും. എന്നാൽ ചില മാതാപിതാക്കൾ മാത്രം മക്കളോട് പറയും, നീ നിന്റെ മൂത്തവരെ കണ്ടുപഠിക്ക്, അവരെത്ര നന്നായിട്ടാണ് പെരുമാറുന്നത്, അനുസരിക്കുന്നത് എന്നെല്ലാം. ഇങ്ങനെ നല്ലവരും മാതൃകകളുമായി ജീവിക്കുന്ന അപൂർവം ചില സഹോദരങ്ങളുണ്ട്, വിശുദ്ധരായ സഹോദരങ്ങൾ. ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരുമായിരുന്നു കൊള്ളട്ടെ, പരസ്പരം സ്വാധീനിച്ചും ആകർഷിച്ചും വിശുദ്ധയുടെ മല കയറിയവർ ഇപ്രകാരം സാഹോദര്യത്തെ വിശുദ്ധയുടെ വെണ്മ കൊണ്ട് പ്രഭാമയമാക്കിയ ചില സഹോദര വിശുദ്ധരെ കുറിച്ച് പറയാം. വിശുദ്ധ വില്ലിബാൾഡും വൈൻബാൾഡും വാൽബുർഗയുമാണ് അതിൽ ആദ്യത്തെ കൂട്ടർ. 8-ാം നൂറ്റാണ്ടിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവരുടെ അമ്മാവനും വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധന്റെ പേര് ഒരുപക്ഷെ നമുക്ക് പരിചിതമായിരിക്കും, വിശുദ്ധ ബോണിഫസ്. തീർന്നില്ല, ഈ സഹോദരങ്ങളുടെ അപ്പനും വിശുദ്ധനായിരുന്നു, വിശുദ്ധ റിച്ചാർഡ് ദ കിങ്. വിശുദ്ധ വില്ലിബാൾഡ് മിഷണറിയും മെത്രാനുമായിരുന്നു. വൈൻബാൾഡ് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമാധിപനായി തീരുകയും ചെയ്തു. ഇംഗ്ലണ്ടായിരുന്നു ഇവരുടെ സ്വദേശം. ജർമ്മനിയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സഹോദരങ്ങളായിരുന്നു കോസ്മാസും ഡാമിയനും. രോഗി ശുശ്രൂഷ ജീവിത വ്രതമായി ഏറ്റെടുത്തവരായിരുന്നു ഇവർ. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായിട്ടാണ് മരണമടഞ്ഞത്. വൈദ്യ ശുശ്രൂഷയുടെ പേട്രൺസ് ആയിട്ടാണ് സഭ ഇവരെ വണങ്ങുന്നത്. ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തെക്കുറിച്ചും സ്ഥാപകനായ വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഹോദരിയായിരുന്നു വിശുദ്ധ സ്കോളാസ്റ്റിക്ക. അതെ, സഹോദരി സഹോദരങ്ങൾ. ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹ സ്ഥാപനത്തിന് സഹകാരിയായി സ്കോളാസ്റ്റിക്കയും ഒപ്പമുണ്ടായിരുന്നു. ഫാത്തിമയിൽ മാതാവ് നൽകിയ ദർശനത്തിന്റെ പേരിൽ വിഖ്യാതരായ സഹോദരി സഹോദരന്മാരാണ് വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്തയും. ചെറുപ്രായത്തിൽ തന്നെ ഈ സഹോദരങ്ങൾ മരണമടഞ്ഞു. 2000-ൽ ഇവരെ വാഴ്ത്തപ്പെട്ടവരും 2017-ൽ വിശുദ്ധരുമായി ഉയർത്തി. ഈശോയുടെ ശിഷ്യന്മാരായിരുന്ന വിശുദ്ധ പത്രോസും വിശുദ്ധ അന്ത്രയോസും അതുപോലെ വിശുദ്ധ യാക്കോബും വിശുദ്ധ യോഹന്നാനും നമുക്കേറെ അറിയാവുന്നവരാണല്ലോ. അവരും സഹോദരന്മാരായിരുന്നു. സഹോദര വിശുദ്ധിയുടെ സുഗന്ധം പരത്തുന്ന ഈ പുണ്യജന്മങ്ങളോട് നമുക്ക് മാധ്യസ്ഥ്യം യാചിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല മക്കൾ ജനിക്കാനും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി ജീവിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.